നിവിൻ പോളിയുടെ ഒരു കംബാക്ക് മൂവി ആയിട്ടാണ് നമ്മുടെ സർവമായ എന്ന അഖിൽ സത്യൻ സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നത്. ഈ സിനിമ ശരിക്കു പറഞ്ഞ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് മൂവി തന്നെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു പ്ലോട്ട് ഒരു ഫെസ്റ്റിവൽ സീസണിൽ ഇറക്കാൻ പറ്റിയൊരു സിനിമയാണ്. കാരണം ഫാമിലി അങ്ങനത്തെ ഓഡിയൻസ്, അല്ലെങ്കിൽ ഒരു ഫാമിലി ഓഡിയൻസ്, അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ് എല്ലാവരും കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ്. ഇതിൻ്റെ ലോജിക്ക് ഉള്ള പ്ലോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ ഹൊറർ കോമഡി. അപ്പോൾ ലോജിക്കൊക്കെ നമ്മൾ കുറച്ചൊക്കെ മാറ്റി വെച്ച്, ഇഫ് യു ആർ ഗോയിങ് ടു എൻ്റർടൈൻ ഓർ ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എൻ്റർടൈൻഡ്, യെസ്, ദിസ് മൂവി ഈസ് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ഓഡിയൻസ്. അത്തരത്തിലുള്ളൊരു ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സിറ്റുവേഷണൽ കോമഡിയാണ്, ഭയങ്കര സ്ലാപ്സ്റ്റിക് കോമഡിയും പരിപാടികളൊന്നുമില്ല. ഒരു അഖിൽ സത്യൻ സിനിമ. കാരണം പാച്ചും അത്ഭുതങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലും ഈ പറയുന്ന മാതിരി സ്ലാപ്സ്റ്റിക് കോമഡി അല്ല, സിറ്റുവേഷണൽ കോമഡിയാണ്. അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ്, അതിൻ്റെ വേറെ ടൈപ്പ് എന്നല്ല, ദിസ് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ് മൂവി. ബട്ട് നമുക്ക് ആ ഒരു ഇതൊക്കെയാണ് കിട്ടുന്നത്. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ പോളി ചെയ്യുന്ന കഥാപാത്രമുണ്ട് പ്രഭയിന്ദു. ഹീസ് എ പ്രീസ്റ്റ്. പുള്ളി പ്രീസ്റ്റ് ആവുകയാണ്. ബേസിക്കലി ഹീസ് എന്താ പറയുക, ഒരു എത്തീസ്റ്റ് ആണ് പുള്ളി. പക്ഷെ പ്രീസ്റ്റ് ആവുകയാണ് ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽ. അങ്ങനെ ആവുകയാണ് സുഹൃത്തുക്കളെ. അതെ, അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ പുള്ളി ഈസ് എന്താ പറയുക, കുറച്ച് കഴിയുമ്പോൾ ഒരു എൻകൗണ്ടർ ഉണ്ട് ഒരാളുമായിട്ട്. ഒരു പ്രത്യേക, നമുക്ക് വേണമെങ്കിൽ ഹൊറർ കോമഡി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു പ്രേതം എന്നൊക്കെ. അപ്പോൾ അതിൽ എൻകൗണ്ടർ ഉണ്ട്. ആ ചെയ്തിരിക്കുന്ന കഥാപാത്രം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. സിനിമ ഭയങ്കര ഒരു എന്താ പറയുക, ഫീൽ ഗുഡ് പരിപാടിയാണ്. എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന സർവമായ. അഖിൽ സത്യൻ എല്ലാ എലമെന്റ്സും, അജു വർഗീസിന്റെ ആൻഡ് നിവിൻ പോളി കോമ്പിനേഷൻ സീൻസ് അത് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് മറ്റൊരു സിനിമയാണ്. അത് വിസ്മയ തുമ്പത്താണ്. പക്ഷെ ആ ഒരു ചെറിയൊരു സാമ്യത പ്ലോട്ട് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദെൻ എൻ്റയർലി ഡിഫറെൻറ്റ് പരിപാടിയാണ്. ഒരു ഭയങ്കര ഒരു തമാശയിലൂടെ കാര്യങ്ങൾ പറയുന്ന ഒരു സിനിമയാണ് നമ്മുടെ സർവം മായ. എന്തായാലും നമ്മുടെ നിവിൻ പോളിയുടെ കംബാക്ക് മൂവിയാണ്. ആൻഡ് ഐ ഹാവ് ടു സേ റിയ ഷിബു വളരെ സൂപ്പറായിട്ട്, ഭയങ്കര എന്താ പറയുക, സട്ടിലായിട്ട്, പുള്ളിക്കാരുടെ റീൽസും കാര്യങ്ങളൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സട്ടിൽ പരിപാടി. ആ ഒരു ഭയങ്കര ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ എന്തായാലും അഖിൽ സത്യൻ്റെ കയ്യിൽ നിന്നൊരു കിടിലൻ അല്ലെങ്കിൽ ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയാണ് പ്രേക്ഷകർക്ക് എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്തരത്തിൽ സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ കാണുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ സർവം മായ.